ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ അടുപ്പ് മാറ്റി പുതിയ അടുപ്പ് വെച്ച വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തേക്ക് 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ പുതുതായിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ നല്ലൊരു റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിക്കനും അതുപോലെ കപ്പയും വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലെ പഴയ അടുപ്പ് മാറ്റി പുതിയ അടുപ്പ് വെച്ചതിൻ്റെ ഒരു വ്ളോഗ്. അപ്പോൾ അതിൻ്റെ അവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ ആ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരൊക്കെ കോൺടാക്ട് ചെയ്തതെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതാ നമ്മുടെ അടുപ്പ് ഇപ്പം ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് കത്തിക്കാൻ പോകുന്നത് കേട്ടോ. കുറേ ദിവസം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ടേ കത്തിക്കാൻ പാടുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കത്തിക്കുമ്പോൾ വലത്തെ ഭാഗത്ത് കത്തിക്കണം എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പം ഈ ഭാഗത്താണ് കത്തിക്കുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം വലിയ അടുപ്പാട്ടോ, മറ്റേതാണ് ചെറുത് കുറച്ചുകൂടെ. പിന്നെ നടുക്ക് നമ്മൾ ഒരു കലം വയ്ക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്, അതും ചൂടായി കിട്ടുമല്ലോ. അപ്പം ഇതിനകത്ത് റിങ് വെച്ചിട്ടും ഇത് വലിയതാട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 റിങ് വെക്കുന്നുണ്ട്. നമ്മൾക്കിപ്പം ചെറിയ കലത്തിലാണ് നമ്മൾ പാല് തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മറ്റേ അടുപ്പിൻ്റെ റിങ്ങും കൂടി ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം വലിയ അടുപ്പിൽ നമ്മളിപ്പം അത്യാവശ്യത്തിനൊക്കെ ചെറുതാക്കണം എന്നാണെങ്കിൽ 2 റിങ്ങും കൂടി വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ. പിന്നെ വീണ്ടും പറയുവാണ്, നമ്മൾ ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കുമ്പോൾ വലത്തെ ഭാഗത്ത് കത്തിക്കുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം. അതുകൊണ്ടാണ് ഈ വലത്തെ ഭാഗത്തുള്ള വലിയ അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മറ്റേ അടുപ്പ് കത്തിച്ചാൽ മതി, അത് ചെറുതാണ്. അപ്പോൾ ഇതാ നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കുകയാണ് കലത്തിലോട്ട്. കുറച്ച് പാല് മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഇവിടെ അല്ല കത്തിക്കേണ്ടത്, നടുക്കുള്ള ഒരു പാസേജ് ഉണ്ടല്ലോ, പുകക്കുഴലിലോട്ടുള്ള പാസേജ്, അവിടെയാണ് കത്തിക്കേണ്ടത്. അവിടെ കത്തിച്ചിട്ട് പുകയൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇപ്പുറത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പേപ്പറിലാണ് കത്തിച്ചിട്ടുള്ളത്. അത് പോയി കഴിഞ്ഞ ശേഷം ഇവിടെ നമ്മൾ ശരിക്കും കത്തിക്കുന്ന പോലെ കത്തിക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ഒന്നും കട്ട് ചെയ്യാണ്ട് വീഡിയോയിൽ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, ഇത് കറക്റ്റായിട്ട് കത്തുന്നുണ്ടോ, അല്ലെങ്കിൽ പുകയൊക്കെ പുറത്തേക്ക് തന്നെയാണോ പോകുന്നത്, വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ പുകയൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല, കറക്റ്റായിട്ട് ആ ഒരു പാസേജ് ക്ലിയറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കത്തിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്, പുകക്കുഴൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു കലം വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു അടുപ്പ് കത്തിക്കുന്ന സമയത്ത് മറ്റേ അടുപ്പ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം എന്നും പറഞ്ഞിരുന്നു കേട്ടോ അവർ. അപ്പോൾ നമ്മളിപ്പം മറ്റേ അടുപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ അടുപ്പ് ഇതാ കത്തിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം വിറക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. കാരണം ഇത് വലിയ അടുപ്പാണ്. വലിയ അടുപ്പിൽ നമ്മൾ ചെറിയ കലം വെക്കാൻ വേണ്ടിയിട്ട് ചെറുതാക്കിയതാണ് റിങ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ കലമൊക്കെ വെക്കുമ്പം നല്ല അടിപൊളിയായിട്ടുള്ള അടുപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം പുകയൊന്നും പുറത്തേക്ക് വരുന്നില്ല, നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പ് വെക്കുന്നതിൻ്റെ വ്ളോഗ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ആ ലിങ്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം, മുമ്പത്തെ വീഡിയോ ലിങ്ക്. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സ്ക്രോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അടുപ്പിനൊരു കുഴപ്പമില്ല, നല്ല അടുപ്പാട്ടോ, നന്നായിട്ട് കത്തുന്നൊക്കെ ഉണ്ട്. ഒരു അടുപ്പ് കത്തിക്കുന്ന സമയത്ത് മറ്റേ അടുപ്പ് അടച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് അടച്ചു വെച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ ചെറിയ അടുപ്പ്, മറ്റേത് വലിയ അടുപ്പാണ്. നമ്മളിവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഈ ഒരു അടുപ്പിൻ്റെ സൈസിലുള്ളതായിരുന്നു വലിയത് കേട്ടോ. ഇതിപ്പം അതിനേക്കാളും വലിയ അടുപ്പാണ് ഇപ്പം വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ആദ്യമായിട്ട് ഒരു അടുപ്പ് കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഓവറായിട്ട് രണ്ടും ഒരുമിച്ച് കത്തിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ മറ്റേത് കത്തിക്കുന്നത് കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പം ഇന്നത്തെ പാല് കാച്ചുന്ന ഈ ഒരു വീഡിയോയും അതുപോലെ അടുപ്പിൻ്റെ വിശേഷങ്ങളും അടുപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം. അല്ലെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ.
അപ്പോൾ ഇന്ന് മീൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ച ദിവസമായിരുന്നു, പക്ഷേ ഇന്ന് മീൻ കിട്ടിയത് പലവകയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഫ്രൈ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ടൈപ്പ് മീനുകളുണ്ട്. പിന്നെ കറി അപ്പം വാഴക്കൊല വെട്ടാനുണ്ടായിരുന്നു, അപ്പം പച്ചക്കായ വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടിയിട്ട് പച്ചക്കായ കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഒരുപാടൊക്കെ നമ്മൾ കാണിക്കുമ്പം ഒരേപോലത്തെ റെസിപ്പീസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നില്ല. പച്ചക്കായ കറി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പരിപ്പും പച്ചക്കായും കൂടിയുള്ള കറിയാണ്. പിന്നെ അതുപോലെ കാവൂത്തെന്ന് പറയും നമ്മൾ, കാ വിത്ത്, അപ്പം അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു അതും ചേമ്പിൻ്റെ താളും വെച്ചിട്ടുള്ള ഒരു കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. എന്താ പറയുക, ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയും കൂട്ടാനൊക്കെ വേഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മീനൊന്ന് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. മീൻ അവിടെ മുറിക്കുന്നുണ്ട്. പിന്നെ വൈകിട്ടേക്ക് നമ്മൾ കപ്പ വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. കപ്പ കുറേ ദിവസമായിട്ട് ഇവിടെ കൊടുന്ന് കിടക്കുകയാണ്. ഉണ്ടാക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പം ചിലതൊക്കെ കേടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം അത് എടുത്ത് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്ത് വെക്കുകയാണ്. സാധാരണ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കൽ ബീഫ് വെച്ചിട്ടായിരിക്കും. ബീഫും കപ്പയും കൂടിയായിരിക്കും ഈ റെസിപ്പി ഉണ്ടാക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ പലവക മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ മീനും നല്ല വെറൈറ്റി മീനായതുകൊണ്ട് തന്നെ നമുക്ക് മടുക്കൂല കേട്ടോ മീൻ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കപ്പയും ചിക്കനും ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിലോട്ടുള്ള തേങ്ങ ചിരവുമാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ തന്നെ നമ്മൾ കപ്പൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. വൈകിട്ടാണ് ഞാൻ കപ്പയും ചിക്കനും കൂടിയുള്ള ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്കുള്ള മീൻ ഫ്രൈ ആക്കുവാണ്. അപ്പോൾ ചോറ് കഴിക്കുന്ന സമയമാണ്. അപ്പം ഇക്കാക്ക് കുറച്ച് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചായ ഉണ്ടാക്കുവാണ് അതിനിടയ്ക്ക്. പാൽപ്പൊടിയിലാട്ടോ നമ്മൾ ചായ ഉണ്ടാക്കാം. വല്ലപ്പോഴും മാത്രമേ പാൽ കൊണ്ടുള്ള ചായ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാനും ഇക്കയും ഇക്കാടെ കസിനും കൂടി ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയി വരുന്ന വഴിയിലാണ് ഈ ഒരു സംഭവം കണ്ടത്. തക്കാളി തൈ ആട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് തക്കാളി വീട്ടിലുണ്ടാക്കണമെന്ന്. അപ്പോൾ തൈ ഏതായാലും ഉണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ മെനക്കിടാനില്ല, ജസ്റ്റ് ഒന്ന് അവിടെ കുഴിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. പിന്നെ ക്യാബേജിൻ്റെ തൈയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ തക്കാളി തൈ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ നോക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. കപ്പ വെച്ചിട്ടുള്ള റെസിപ്പിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കപ്പ ദാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കപ്പൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, കുറേ ദിവസം മുമ്പ് കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട്. അപ്പം കുറച്ച് വലിയ പീസും ആക്കിയിട്ടുണ്ട് കേട്ടോ. കപ്പ മാത്രം കഴിക്കുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ അതിലോട്ട് ഉപ്പ് ചേർത്ത് അതിൻ്റെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുവാണ് ആദ്യം. മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തില്ല കേട്ടോ, കാരണം നമ്മൾ ചിക്കൻ റെഡിയാക്കുന്ന സമയത്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും. അപ്പോൾ ഇതിലോട്ട് വേണ്ട. അപ്പോൾ കപ്പ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒരു ഗ്രേവി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിലോട്ട് സവോള 2 എണ്ണം നല്ല ഫൈനായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കനം കുറച്ച് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ പെട്ടെന്ന് വഴണ്ട് കിട്ടുള്ളൂ. സാധാരണ ഈ റെസിപ്പി നമ്മൾ ബീഫ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം ബീഫ് കറി പോലെ നമ്മൾ ഉണ്ടാക്കും. പ്രഷർ കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ അതിലോട്ട് ഈ കപ്പ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം സവോള വഴണ്ട് വന്നോട്ടെ, എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ സവോളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ആയിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ടൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ഇതേപോലെ തന്നെ ചിക്കൻ മാക്രോണി ഉണ്ടാക്കാം, അതുപോലെ പിടി ഉണ്ടാക്കാം. അതൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ റെസിപ്പി തന്നെ. ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം, പക്ഷേ ഒരുപാട് ഗ്രേവി ആക്കണ്ട. നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്, പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് എല്ലില്ലാത്ത പീസ് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. വല്ലാണ്ട് ചെറുതാക്കണ്ട, ഈ ഒരു പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ കപ്പ നമ്മൾ നുറുക്കിയെടുത്തല്ലോ, ആ ഒരു സൈസിൽ തന്നെ ചിക്കനും എടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ എല്ലുള്ള പീസ് ചേർക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പ കഴിക്കുമ്പം എല്ല് നമ്മളിങ്ങനെ റിമൂവ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലില്ലാത്ത ചിക്കൻ പീസ് ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അത് കഴിക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് കുക്കാവട്ടെ. ഉപ്പ് പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ പാകത്തിന്. അപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ വിസിലൊക്കെ വന്നു, ആവിയൊക്കെ പോയ ശേഷം വേണം നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ചിക്കൻ നന്നായിട്ട് വേവാൻ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കപ്പ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആവി പോകാൻ വേണ്ടിയിട്ട് കപ്പ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് പ്രഷർ കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് നമുക്ക് അതിലോട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഞാനൊരു 2 കപ്പ് തേങ്ങ, ചെറിയ ഉള്ളി ഒരു 4-5 ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ വലിയ ജീരകം ഒരു 1/4 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കൂലേ, അതിലേക്ക് തേങ്ങ വറുക്കുന്ന അത്രയും വറുക്കണ്ട, അതിനേക്കാളും തൊട്ട് മുമ്പ് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പം ചിക്കന് വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ വറുക്കുന്ന വേറൊരു പാത്രത്തിലാണ്. അതുപോലെ നമ്മൾ പ്രഷർ കുക്കറിൽ അവിടെ കപ്പ വേവാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ സമയം ഒരുപാട് ലാഭിക്കാം. പക്ഷേ സംഭവം നല്ല ടേസ്റ്റിയാണ്, കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം. അപ്പം കപ്പ പ്രഷർ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് കപ്പ ഇതുപോലെ ഊറ്റിയെടുക്കാം കേട്ടോ. ആ വെള്ളം കളയണം കേട്ടോ. ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ട്, പക്ഷെ കഴിക്കുമ്പോൾ അതൊന്നും തോന്നില്ല. ചെറിയൊരു പഴക്കമുള്ള കപ്പ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത്, കേടായതല്ല. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതും മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചിക്കൻ റെഡി ആയതിലോട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത ശേഷം വേണം കേട്ടോ കപ്പ ഇട്ട് കൊടുക്കാൻ. കപ്പ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കപ്പ ഇങ്ങനെ ഉടഞ്ഞു പോയിക്കോട്ടെ, കുറച്ച് കഷ്ണങ്ങളായിട്ട് നിന്നോട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് ഗ്രേവി ആക്കി മാറ്റരുത് കേട്ടോ, കാരണം നമ്മളിതിലൊരു തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രേവി ആക്കരുത്, നല്ല തിക്കായിട്ടാണ് വേണ്ടത്. പിന്നെ മല്ലിയില പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്നും ചേർക്കുന്നില്ല. ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പ് എന്തായാലും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തേങ്ങ നമ്മൾ വറുത്തത് ചൂടാറിയിട്ടുണ്ട്, ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പേസ്റ്റ് പരത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് പൊടിച്ചു. ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പൊടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരത്തിൽ അരച്ചെടുക്കുക. അപ്പം ഈ അരപ്പ് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പയും ചിക്കനും കൂടിയുള്ള മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കപ്പയും ചിക്കനും കൂടിയുള്ള ഒരു ഡിഷ് റെഡിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഇതിലോട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കട്ടോ, നല്ലോണം മിക്സ് ചെയ്ത ശേഷം. പിന്നെ ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇവിടെ അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചേർക്കാൻ കേട്ടോ.
അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഒരു ഡിഷാണ്. ഒരുപാട് പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ. ഇനിയിപ്പം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ല കട്ടൻ ചായയുടെ കൂടെ നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു ഡിഷാണ്. രാത്രിയിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് മാക്രോണിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ കപ്പ വേവിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതേപോലെ മാക്രോണി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതുണ്ടാക്കുന്നത് മെയിനായിട്ട് ബീഫ് വെച്ചിട്ടായിരിക്കും. ബീഫും കപ്പയും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് മലപ്പുറം സ്റ്റൈലിൽ. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചിക്കൻ എല്ലില്ലാത്ത പീസ് എടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. ചിക്കനും കപ്പയും വെച്ചിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.